അകാലത്തിൽ പൊലിഞ്ഞുപോയ തങ്ങളുടെ 2 വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധാഞ്ജലിയായി വിദ്യാലയത്തിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും മരണാനന്തരം തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്തുകൊണ്ടുള്ള സമ്മതപത്രം കൈമാറിയത് വേറിട്ട കാഴ്ചയായി. ചാത്തമംഗലം ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ 112ഓളം ജീവനക്കാരാണ് അവയവദാനത്തിന് തയ്യാറായത്. കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട വിദ്യാർത്ഥികളായ ആരതിയുടെയും ആദർശിന്റെയും അനുശോചന യോഗത്തിൽ വെച്ചാണ് അധ്യാപകർ പൊതുസമൂഹത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സത്പ്രവൃത്തിക്ക് ഒരുങ്ങിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ മരണപ്പെട്ട ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളും സഹോദരങ്ങളുമായ ആരതിയുടെയും ആദർശിന്റെയും അനുസ്മരണ ചടങ്ങിലാണ് വിദ്യാലയത്തിലെ അധ്യാപകരും മറ്റ് ജീവനക്കാരും ഉൾപ്പെടെ 112ഓളം പേർ മരണാനന്തരം തങ്ങളുടെ അവയവങ്ങൾ ദാനം ചെയ്യാനുള്ള സമ്മതപത്രം കൈമാറിയത്. ദയാപുരം സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഏതാനും മാസമായി അവയവദാന ബോധവൽക്കരണ പരിപാടികൾ നടന്നുവരികയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ 27-ാം തീയതി രാത്രിയിൽ മലാപ്പറമ്പ് ബൈപ്പാസിൽ വെച്ച് ബന്ധുവിനോടൊപ്പം ബൈക്കിൽ സഞ്ചരിക്കവേ മറ്റൊരു വാഹനമിടിച്ച് ആദർശും ബന്ധുവായ ഗൗതം കൃഷ്ണയും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ആരതി 2 ദിവസം ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. മരണാനന്തരം ആരതിയുടെ കണ്ണുകളും മറ്റ് അവയവങ്ങളും മറ്റാർക്കെങ്കിലും ഉപയോഗപ്പെടുമെങ്കിൽ എടുത്തുകൊള്ളാൻ ആരതിയുടെ പിതാവ് TP മുരളീധരൻ ആശുപത്രി അധികൃതരോട് അഭ്യർത്ഥിക്കുകയായിരുന്നു. എന്നാൽ ആരതിയുടെ വൃക്കയ്ക്കും കരളിനുമെല്ലാം അപകടത്തിൽ ക്ഷതമേറ്റതിനാൽ കണ്ണുകൾ മാത്രമേ ദാനം ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. തന്റെ 2 കുഞ്ഞുങ്ങളും നഷ്ടപ്പെട്ട സാഹചര്യത്തിലും മനോധൈര്യം വീണ്ടെടുത്ത് തന്റെ കുഞ്ഞുങ്ങളുടെ ഏതെങ്കിലും ഒരു അവയവം മറ്റൊരാൾക്ക് ജീവൻ നൽകുമെങ്കിൽ അതിന് സമ്മതം നൽകിയ ആരതിയുടെ പിതാവ് മുരളീധരനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ദയാപുരത്തെ അധ്യാപകരും മറ്റ് ജീവനക്കാരും അവയവദാനത്തിനായി മുന്നോട്ട് വന്നത്. ആദ്യഘട്ടത്തിൽ 112 പേരാണ് അവയവദാന സമ്മതപത്രം നൽകിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ M. ജോൺ മാത്യു അവയവദാന പ്രഖ്യാപനം നടത്തി. ദയാപുരം കുടുംബത്തിലെ അംഗങ്ങളായ ഞങ്ങൾ അവയവദാനം ഒരു മഹത്കർമ്മമായി വിശ്വസിക്കുന്നു. ഈ പുണ്യകർമ്മത്തിന്റെ പ്രചാരണത്തിനായി ഞങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പ്രയത്നിക്കുന്നതാണ്. ഡോക്ടർ M. ബഷീർ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. സ്കൂൾ രക്ഷാധികാരി CT അബ്ദുറഹീം മുഖ്യപ്രഭാഷണം നടത്തി. ഒരു പ്രാർത്ഥനയുടെ മുഹൂർത്തമാണ്. ഈ പ്രാർത്ഥനയുടെ സത്ത ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഒരു പിതാവ് ഉൾക്കൊള്ളേണ്ടത്, ഒരു മാതാവ് ഉൾക്കൊള്ളേണ്ടത് എന്ന് ആരതിയുടെ കുടുംബം, അച്ഛൻ അമ്മയും നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എന്തും താങ്ങുവാനുള്ള കെൽപ്പുള്ളവരായി നമുക്ക് മാറാം. ഒപ്പം ജീവിതം സേവനത്തിനുള്ളതാണെങ്കിൽ മരണവും സേവനത്തിനുള്ളതാണ് എന്നുകൂടി ആ കൊച്ചുകുട്ടി പഠിപ്പിച്ചു. നമ്മെ ആ കൊച്ചുകുട്ടിയുടെ രക്ഷിതാക്കൾ പഠിപ്പിച്ചു. ആരതിയുടെ പിതാവ് TP മുരളീധരൻ, സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ ഐറിൻ ഉഷ, രജീഷ് മംഗലത്ത്, റബീന മറിയം, സക്കീന ഫൈസൽ, K. മുരളീധരൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ആരതിയും പിതാവ് മുരളീധരനും തെളിച്ച വഴികളിലൂടെ അവയവദാനമെന്ന മഹത് കർമ്മത്തെക്കുറിച്ച് പൊതുസമൂഹത്തിനുള്ള സംശയങ്ങളും ആശങ്കകളും മാറ്റി അത് സാർവത്രികമാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കൊരുങ്ങിയാണ് ഈ വിദ്യാലയത്തിലെ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും. CTV പ്രാദേശിക വാർത്ത, മുക്കം.